ഞാനതാ പറഞ്ഞത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തറലി എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ തലവരുടെ മൂവി അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലെ വയലൻറ്റ് ജോണർ മൂവീസൊക്കെ വരുമ്പോൾ നമ്മൾ തകർത്ത് ആഘോഷിച്ച് അർമാദിക്കാറുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനൊരു മൂവി വാവ് മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് എ ഫാമിലി ബാക്കിംഗ് സ്റ്റോറി, ആ ഒരു ഇമോഷൻസ് എല്ലാം നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ വയലൻസ് അല്ല, നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വയലൻസ് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഫുള്ളി പാക്ഡ് മൂവി ആൻഡ് ഗ്രേറ്റ് ടീം വർക്ക്. ആൻഡ് ഐ മസ്റ്റ് സേ താങ്ക് യു സോ മച്ച്. ഇതിലൊരു ചെറിയൊരു റോളിൽ എന്നെ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇത്രയും വലിയൊരു ലാർജ് സ്കെയിൽ മൂവിയുടെ ഒരു പാർട്ടാവാൻ പറ്റിയെന്നുള്ളതിൽ. സോ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. കുഴപ്പമില്ല, ലാസ്റ്റ് പാർട്ട് കുറച്ചുണ്ടായിരുന്നു. ബട്ട് ദെൻ ഇറ്റ് വാസ് എ വെരി ഗുഡ് മൂവി. നല്ല ദ ബോണ്ട് വാസ് വെരി സ്ട്രോങ്. ഐ റിയലി ലൈക്ക് ദ മൂവി. സൂപ്പർ ആണ്. ഐ ലവ് ഹിസ് പെർഫോമൻസ്. And we enjoyed it. Movie lived up to its expectation. Like they said, it's the most violent movie. Everything was so good. Unni Mukundan was too good. He nailed it. The acting was very good. The actions were good. Music was good. And my son was debuting in it, and he was also too good. Ishan Shaukat. അടിപൊളി. നമ്മുടെ ഉണ്ണിമന്തൻ കേരളത്തിലെ റെബൽ കിങ് ആയതോടെ ഏറ്റവും ഞാൻ ഇപ്പോൾ കണ്ടതിൽ വെച്ച് കേരളത്തിൽ ഇത്രയും റെബലായിട്ടുള്ളൊരു സ്റ്റാർ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ജഗദീശാണ് സ്ഥിതികണ്ണ് കാലാക്കിയിട്ടുണ്ട്. വയലൻസ് എക്സ്ട്രീം. കേരളത്തിൽ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും വലിയ വയലൻസ് പടം ഇതാണ്. ഞാൻ എന്തായാലും പറയാം, കേരളത്തിലല്ല, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതായിരിക്കും. അത്ര ചില സൈനിൽ നമ്മൾ കണ്ണടച്ചങ്ങ് പോകും. അത്രയ്ക്ക് അടിപൊളിയാണ്. അതൊക്കെ മേലെ ഇപ്പം മലയാളത്തിൽ ഇതുപോലെ ഇത്ര ഒരു ഫൈറ്റ് പടം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പടം അത്യാവശ്യം കാണുന്ന ഒരാളാണ്. പക്ഷെ ഇതിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് പടമൊക്കെ ചെയ്യുന്ന ലെവലിൽ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ലാഗിങ് എന്ന് പറഞ്ഞ സാധനം ഇത്രയും മണിക്കൂറുള്ള ഒരു മൂവി ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ചെറിയ ലാഗൊക്കെ അടിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നുമില്ല, പടം ഒരു ലെവലിൽ തന്നെ പോകും. തീർച്ചയായിട്ടും പൊളിയാണ്. അത് നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കണമല്ലോ. എന്തായാലും പടം പൊളിയാണ്, അടിപൊളി തന്നെ. അതിന്റെ മുകളിലേക്ക് പോട്ടെന്ന് നമ്മൾ പറയാം. അത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ചെറുപ്പമാണേ ആയിരിക്കുള്ളൂ. പടം വേറെ സംഭവം അങ്ങനെയൊക്കെയാണ്. പക്ഷെ കൊള്ളാം. ആക്ഷനും കാര്യങ്ങളൊക്കെ ഫാമിലി എല്ലാം ഒരുമിച്ച് കാണാമെന്ന്. ചില സീൻസൊക്കെ ഇത്തിരി ഇമ്പോർട്ടൻസ് ആണ്, വയലൻസ് കൂടുതലാണ്. പക്ഷെ ഓക്കെ, പക്ഷെ എന്നാലും പുതിയ എക്സ്പീരിയൻസ് അല്ലേ. ഓക്കെ, അത് കുറേ പേര് ബ്രോ നല്ല പടമാണ്. എനിക്ക് അത്ര നല്ല പടം. അതിനകത്ത് ബ്രൂട്ട് നല്ല കിടിലൻ. ആ ബ്ലഡ് സ്റ്റെയിനാണ് നല്ല കിടിലൻ മേക്കിംഗ് ഉണ്ട്. പിന്നെ ആ ബ്രൂട്ടിൽ കൊണ്ടുവന്ന ആ സൈൻ ഉണ്ടല്ലോ, അതിനകത്ത് അതാണ് ഫാക്ടർ. അതാണ് പെർഫോമൻസ് ഓൾ ഇസ് എ ഗുഡാണ്. എല്ലാവരുടെയും കരിയർ ബെസ്റ്റ് എന്ന് പറയാം. ഉണ്ണിമൂന്നൻ്റെ മെയിനായിട്ട്, എസ്പെഷ്യലി ഉണ്ണിമൂന്നൻ്റെ കരിയർ ബെസ്റ്റ് ആണ്. ആ മികായലിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ഇടയ്ക്ക് കൊണ്ടുതന്നെയുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ്. അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഓഡിയൻസ് നല്ല, ഞാനൊക്കെ വിസിലടിച്ച് മരിച്ചെന്ന് പറയാ ഇടയ്ക്കൊക്കെ. ഇതിലുണ്ട് കണ്ട എക്സ്പീരിയൻസ് അതിലേ പറഞ്ഞത്. ഒരു ഫാമിലി അറ്റാച്ച്ഡ്, ഇമോഷനും ആക്ഷനും എല്ലാം ചെയ്തിട്ടുള്ള വയലൻസും എല്ലാം ഉണ്ട്. കണ്ടു നോക്കി, ഫാമിലിക്ക് നല്ല കാണാൻ പറ്റിയ മൂവി. ഒരു ഫസ്റ്റ് ഹാഫ് വരെ നല്ലൊരു ഫാമിലി അറ്റാച്ച്മെൻറ്റ് മൂവിയല്ലേ. ഓക്കെ, നല്ല മൂവിയാണ്, ഗംഭീര മൂവിയാണ്. എല്ലാം കൊണ്ടും ടെക്നിക്കൽ ബേസ്ഡും VFX ബേസ്ഡും മേക്കിംഗ് ബേസ്ഡും എല്ലാം ഗംഭീര മൂവിയാണ്. നിബന്ധനം ഗംഭീരമായിട്ടുണ്ട്. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത്ര വയലൻസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അതെ അതെ, കില്ലൊക്കെയാണ് തൊട്ടുമ്പ് കണ്ടിട്ടുള്ളൊരു മൂവി. ഹിന്ദിയിലെ കില്ലൊക്കെ ഏകദേശം ആ ഒരു ലെവലുള്ളൊരു മൂവിയാണ്. പടം നല്ലതാണ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നല്ലതാണ്. എക്സ്പെഷ്യലി അതിൻ്റെ മ്യൂസിക് കണ്ടന്റ് ആണ്. പിന്നെ ക്യാമറ വർക്കും എല്ലാം അടിപൊളിയാണ്. ഉണ്ണിമൂന്തൻ വേറെ ലെവൽ. സെക്കൻഡ് ഉണ്ണിമൂന്തൻ കലക്കി. ചോരക്കളി നല്ല വയലൻസ് ഒക്കെ സൂപ്പറാണ്. അതിൽ മേക്കിങ്ങും നല്ല അടിപൊളിയാണ്. പക്ഷേ ഒരു ഫാമിലി ഓഡിയൻസിനൊന്നും പറ്റില്ലെങ്കിലും